കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്ഥലം വരെ പോവാന്ന് പറഞ്ഞില്ല, അത് വേറെ എങ്ങോട്ടും അല്ല, ഇന്ന് ഏട്ടന്റെ കുട്ടീന്റെ 28 അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഏട്ടൻ ഇന്ന് വർക്കുന്നത് ഏട്ടൻ പോരുന്നില്ലേ, ഞാനും കുട്ടികളും പോകുന്നു. അപ്പോൾ ഏട്ടൻ എന്താ എന്നെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 9:30 ആകുമ്പോൾ പൂങ്ങോട് എത്താൻ പറഞ്ഞ ആളാണ്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചപ്പോൾ അമ്മേൻ്റെ ഒന്നും റെഡി ആയിട്ടില്ല, നീ ഇങ്ങോട്ട് പോരുന്ന് പറഞ്ഞ് ഞാൻ അവസാനം വീട്ടിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത്. അങ്ങനെ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. 10-നും 10:30 മുഹൂർത്തം. അപ്പോൾ ഈ പരിപാടിക്ക് ദേവൂടിനെ കൊണ്ടുവരാൻ പറ്റാത്തതിന് സങ്കടത്തിൽ നിന്നപ്പോഴാണ് റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ച് ദേവൂടിന് സ്കൂളിന് അവധിയായത്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടിക്ക്. അപ്പോൾ ചടങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ചരടാണ്ടോ കുട്ടിക്ക് കെട്ടിക്കൊടുക്കുക, എന്നിട്ടേ സ്വർണ്ണം കെട്ടിക്കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇതാ കരിവളെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുഞ്ഞാവേനെ പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കുകയാണ്. അപ്പോൾ പൊട്ട് തൊടാൻ നേരത്തെ ഏത് വശത്താണ് ഇടുക എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ആൺകുട്ടികൾക്ക് വലത് സൈഡിലും പെൺകുട്ടികൾക്ക് ഇടത് സൈഡിലാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അത് ഏത് വശത്താണ് ആ ഒരു സമയത്ത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് അതിങ്ങനെ ചോദിച്ചറിയാണേ. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. എല്ലാവരുടെയും സ്വർണം കെട്ടി കൊടുക്കലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലി കുറച്ച് വലിയ ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും ക്യൂ നിൽക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് ഇതാ എന്റെ അമ്മേന്റെ കൂടെ എത്തിയിട്ടുണ്ട്. അമ്മ അതായിട്ട് കൊടുത്ത് നേരെ പോകുന്നത് അമ്മായിയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞാവിടെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് പേരുള്ള ചടങ്ങാണ് കേട്ടോ. അപ്പൊ നേരെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഹൃദ്യ എന്നാണ് കേട്ടോ പേരിട്ടത്, ചാരുമോൾ എന്ന് വിളിക്കും. പിന്നെ എന്താ വയമ്പും കായൊക്കെ കൊടുത്തു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നൂലുകെട്ട് ചടങ്ങുകളൊക്കെ നടത്താറ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയെന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. നല്ല അടിപൊളി സദ്യയാണ്. അപ്പോൾ ദേവൂട്ടിന് വേണ്ടതൊക്കെ അവൻ ആദ്യം തന്നെ എൻ്റെ ഇലയിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ. മഴയൊന്നും പെയ്യാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.